ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പേൾ ബീഡ് മാലയാണ്. അതിന് വേണ്ടിയുള്ള ബീഡ്സൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ 3 ടൈപ്പ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. നൂലും എടുത്തിട്ടുണ്ട്. ചെറിയ നൂലാണ്, നൈലോണിൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് കൂടുതൽ അളവിലെടുക്കണം. എന്നിട്ട് നമ്മൾ 2 സൈഡിലും സൂചി കോർത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലേക്ക് 2 ചെറിയ ബീഡ് ഇട്ടിട്ടുണ്ട്, പിങ്ക് കളറ്. പിന്നെ ഒരു ഓവൽ ഷേപ്പിലുള്ള 2 ബീഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ ക്രോസ് ചെയ്യുന്ന രീതിയിലാണ് പിന്നെ നമ്മൾ ലാസ്റ്റ് ഇട്ട ബീഡിൻ്റെ ഉള്ളിലൂടെ എടുക്കേണ്ടത്. ഓപ്പോസിറ്റായിട്ട് കോർക്കണം. നമ്മൾ ബീഡിട്ട ഭാഗത്തിലൂടെ അല്ല, അതിന് മറുവശത്തിലൂടെ ഒന്ന് ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടും. പിന്നെ നമുക്കൊരു ചെറിയൊരു ഗോൾഡൻ ബീഡ് ആ പിങ്ക് ബീഡിൻ്റെ സൈഡിൽ നമുക്കൊന്ന് കോർത്തെടുക്കണം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ചെയ്ത് നോക്കിയാൽ വളരെ എളുപ്പമാണിത്. വീണ്ടും നമ്മൾ 2 പിങ്ക് ബീഡ് ഇടുക, പിന്നെ ഒരു വൈറ്റ് ബീഡ് ഇടുക. ആദ്യം 2 വൈറ്റ് ബീഡായിട്ടത്, പിന്നെ ചെയ്യുമ്പോഴൊക്കെ ഒരു വൈറ്റ് ബീഡിൻ്റെ ആവശ്യം ഉള്ളൂ. ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസിൽ കോർത്തെടുക്കുകയാണ് വേണ്ടത്. ഓപ്പോസിറ്റായിട്ട് കോർക്കുക. വീണ്ടും ആ പിങ്ക് ബീഡിൻ്റെ സൈഡിൽ ഒരു ഗോൾഡൻ ബീഡ് ഇടുക. ഇനിയും 2 പിങ്ക് ബീഡ് ഇടുക, പിന്നെ ഒരു വൈറ്റ് ബീഡ് ഇടുക. ഓപ്പോസിറ്റായിട്ട് മറ്റേ സൈഡിലെ സൂചി ഉപയോഗിച്ചിട്ട് ഓപ്പോസിറ്റ് കോർത്തെടുക്കുക. പിന്നെയും ഗോൾഡൻ ബീഡ് ഇടുക. ഇങ്ങനെ ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു റൗണ്ട് ഷേപ്പ് ആകുന്നത് വരെ ഇതുപോലെ ചെയ്യുക. ഇവിടെ ഞാൻ 5 വൈറ്റ് ബീഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം 5 ബീഡ് ആയപ്പോഴേക്കും ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പിങ്ക് ബീഡും കൂടി ഉപയോഗിച്ചാൽ മതി. പിങ്ക് കളർ ബീഡ് 2 ഇട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഈ 2 ബീഡും പിന്നെ ഒരു ഗോൾഡൻ ബീഡും കൂടി വേണ്ടി വരും. ഇതും കൂടി ഇട്ട് പുറത്ത് തൊട്ടടുത്തുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുത്താൽ അത് ജോയിൻ്റ് ആയി കഴിഞ്ഞു. ഇങ്ങനെ ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ബീഡും കൂടി വെക്കുന്നുണ്ട്. അത് ചെയ്യേണ്ടത് എല്ലാ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കോർത്തെടുത്താൽ മതി. ഒരു ബീഡ് ഇടുക, പിന്നീട് ആ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കോർത്തെടുക്കുക. ഇതിപ്പോൾ ഒന്ന് നമ്മൾ ചെയ്തു, ഒരു ബ്ലോക്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു പിങ്ക് ബീഡ് ഇടുക. വീണ്ടും നമ്മൾ ആ തൊട്ടടുത്തുള്ള ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ഭംഗിയുണ്ട് കാണാൻ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ലോക്കറ്റാണിത്. ഇതുപോലെ എല്ലാ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോർത്തെടുത്താൽ മതി. അവസാനമായിട്ട് നമുക്കൊന്ന് ഇത് ചിലപ്പോൾ ഇങ്ങനെ നൂലായതുകൊണ്ട് തന്നെ ഒന്നിങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആവാതെ നിൽക്കും. അപ്പം നമുക്ക് ഉള്ളിലൂടെയുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഒന്ന് കോർത്തെടുക്കുക. അതുപോലെ തന്നെ സെൻറ്ററിൽ നമ്മളൊരു ഗോൾഡൻ ബീഡും കൂടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ ഐഡിയ അനുസരിച്ച് ഇങ്ങനെ എടുക്കാം. പിന്നെ ഇത് നമ്മൾ വേറൊന്ന് ക്രിസ്റ്റൽ ബീഡ് കൊണ്ട് ചെയ്തതാണ്. പിസ്ത കളറ്, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. നമ്മൾ മാലയ്ക്ക് വേണ്ടി ചെയ്യുന്നത് 3 പേൾ ബീഡ്, വൈറ്റ് പേൾ ബീഡ്, പിന്നെ ഇടയിലൊരു പിങ്ക് ബീഡ്. ഈ ഒരു രീതിക്കാണ്. ഇതേ രീതി തന്നെ തുടർന്ന് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. ഇത് നമ്മൾ ചെയ്യുന്ന അവസാനം ഗിയർ ലോക്കാണ്. ഗിയർ ലോക്ക് കൊണ്ട് ലോക്ക് ചെയ്യുന്നത്. ഇതാണ് ഗിയർ ലോക്ക് ബീഡ്. ചെറിയൊരു ബീഡായിരിക്കും. ഇതിൽ നമ്മൾ അവസാനം കോർത്തിട്ടുണ്ട്. ഫിഷ് ഹുക്ക് കോർത്തു. എന്നിട്ട് ഫിഷ് ഹുക്ക് ഇട്ടതിന് ശേഷം വീണ്ടും ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ അതൊരു ലോക്ക് ചെയ്ത് വെച്ചു ഇങ്ങനെ. പിന്നെ പ്ലെയർ ഉപയോഗിച്ചൊന്ന്
പ്രസ് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ ആ ഗിയർ ലോക്ക് അവിടെ ഫിറ്റായി നിന്നോളും. വളരെ യൂസ്ഫുള്ളായൊരു ബീഡാണിത്, ഗിയർ ലോക്ക്. ഈ ലോക്ക് വളരെ ഉപകാരമാണ് നമുക്ക്. ഇതുപോലത്തെ നൈലോണിൻ്റെ ത്രെഡൊക്കെ എത്ര കെട്ടിട്ടാലും ചിലപ്പോൾ അഴിഞ്ഞ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇതുപോലത്തെ ഗിയർ ലോക്ക് ഉപയോഗിച്ചാൽ അതവിടെ നല്ല പോലെ നിന്നോളും. ബാലൻസ് ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാല. മാല ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഓൾ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക്